ഇതുവരെ ഉറക്കം എണീച്ചില്ലേ? അതെങ്ങനെയാ? 8 മണിയായി. ഞാനിവിടെ ഉണ്ടല്ലോ. എല്ലാം വെച്ച് വെക്കുമ്പോൾ വന്ന് തട്ടി വിട്ടിട്ട് പോയിടന്ന് ഉറങ്ങിയാണല്ലോ. അതിനുള്ള വേല. 8 മണിയായിട്ട് ഉറക്കം എണീക്കാതെ കിടക്കുന്നേ. കൊള്ളാം കൊള്ളാം. അല്ലേ, ഇവളെന്തർത്ഥത്തിലാണ് ഈ 9 മണിയായിട്ടും കിടന്ന് ഉറങ്ങുന്നേ? അത് ശരിയുള്ള കാര്യമല്ലല്ലോ. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടാനോ അടുക്കളയിൽ കിടന്ന് അവക്ക് രാജകുമാരിയെ പോലെ സുഖിച്ച് കിടന്നുറങ്ങുന്നു. അത് നടപ്പുള്ള കാര്യമല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ പാത്രമൊക്കെ ഒന്ന് കിലുക്കുമ്പോൾ താനെ ഉറക്കുകയാണ്. അങ്ങനെ നീ സൂചിച്ച് കിടന്ന് ഉറങ്ങണ്ടേ? എന്നെ കഷ്ടപ്പെടാൻ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങുന്ന മാട്ടി. തമ്പുരാട്ടിക്കുട്ടിക്ക് ഇതുവരെ എണീക്കാൻ സമയമായില്ലേ? അയ്യോ, ഉച്ചയിൽ സൂര്യൻ ഉദിച്ചു. അടിയങ്ങൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് തരട്ടെ? എന്നാലേ എണീക്കുള്ളൂ എന്നാണോ? എണീച്ച് പാടി. ഇതുവരെ അവൾക്ക് ഉറക്കം എണീക്കാൻ സമയം കിട്ടിയില്ല. എണീച്ച് വന്ന് കാപ്പി ഉണ്ടാക്കടി. നല്ല തലവേദനയായിരുന്നു അമ്മ. ഇന്നലെ രാത്രി തുടങ്ങിയതാ. ഇപ്പോഴും കുറവില്ല. നല്ല പനിയുണ്ട്. അതുകൊണ്ട് ലേറ്റായി എണീക്കാൻ. ആഹാ, ആണോ? അതിശയാണല്ലോ തലവേദന. 24 മണിക്കൂറും മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു തലവേദന എടുക്കുന്നു. തലവേദനയല്ല, നിന്റെ കണ്ണടിച്ചു പോകാത്തത് ഭാഗ്യമാണ്. എണീച്ച് പാടി. എത്ര നേരമായി ഒരു ചായ കുടിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. പെട്ടെന്ന് വന്ന് ചായ ഇട്ട് താടി. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. പെട്ടെന്ന് എണീച്ചു വാ. ഞാനിപ്പോ അമ്മയ്ക്ക് ചായ ഇട്ട് തരാം. രാവിലെ പത്രം തുറന്ന് നോക്കിയാൽ വയനാട് ദുരന്തത്തിന്റെ കാഴ്ചകളിൽ കാണാനുണ്ട്. കണ്ട് കണ്ട് മനം മടുത്തു. ദൈവമേ, ഈശ്വര, എല്ലാവരെയും കാത്തുകൊള്ളണേ, ഒരാപത്ത് വരുത്താതെ. എത്ര കുഞ്ഞുങ്ങളാ അനാഥാരായിട്ട്. എത്ര അമ്മമാര്, അച്ഛന്മാര്, മക്കൾ നഷ്ടപ്പെട്ട് വിഷമിക്കുന്നു. പത്രം വായിക്കാനും വയ്യ. കണ്ട് കണ്ട് സഹിക്കാൻ വയ്യ. മോളുടെ കോളാണല്ലോ. എന്ത് പറ്റി രാവിലെ വിളിക്കാൻ? മോളെ പറ, എന്തെന്റെ വിശേഷം രാവിലെ? അമ്മേ, എനിക്ക് വയ്യ അമ്മേ. എന്റെ കുട്ടിക്ക് സുഖമില്ലെന്നോ? എന്ത് പറ്റി? അത് നല്ല തലവേദനയാ അമ്മേ. തലവേദനയോ? അയ്യോ, എന്റെ മോൾ എണീക്കണ്ട കേട്ടോ. എന്നാ കിടക്കവിടെ. അമ്മേ, ഞാൻ എണീറ്റു അമ്മേ. ഇതുവരെ ഒരു ഗുളികയോ ചായയോ തന്നില്ലേ ആരും? അയ്യോ, അതല്ലമ്മേ. എനിക്കിവിടുത്തെ അമ്മ ഗുളികയൊക്കെ എടുത്ത് തന്നു. ആ തള്ള എവിടെ പോയി? അവന്റെ തള്ള. അമ്മ കല്യാണത്തിന് പോയിരിക്കുക. എല്ലാം തന്നിട്ടാ പോയേ. ഞാൻ എന്നാലും അമ്മയെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്റെ മോളെ, എന്നോട് ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലോ. നീ റെസ്റ്റ് ഇല്ലാതെ അവിടുത്തെ പണിയെല്ലാം എടുത്തെടുത്താ നിനക്കിപ്പോ തലവേദനയും പനിയും വന്നേ. അതെങ്ങനെയാ? പറഞ്ഞാ കേക്കോ? ആ തള്ളയെ വിട്ട് നീ ഒന്നും ചെയ്യിക്കത്തില്ല. എല്ലാം നീയല്ലേ എടുത്ത് ഭാരം തലയെ വെച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെയാ തലവേദന എടുക്കാതിരിക്കുന്നേ? പറഞ്ഞാ കേക്കത്തില്ല. അനുഭവിക്ക്. എന്താടി നീ നോക്കുന്നേ?